ഇതാ ഇന്നോളം നേരിട്ടിട്ടില്ലാത്ത പുതിയൊരു വെല്ലുവിളി. നൂറ്റാണ്ടുകളായി ഡ്രാക്കുള കോട്ടയിലെ ഗ്രന്ഥപുരയിൽ സൂക്ഷിച്ചിട്ടുള്ള രഹസ്യ ഭൂപടത്തിലെ വിവരങ്ങൾ വിശദീകരിക്കണം. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഡ്രാക്കുളയുടെ നിധി കണ്ടെത്താനുള്ള ഒരേ ഒരു വഴിയാണത്. പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും ആശയക്കുഴപ്പത്തിലായി. കോടികൾ വിലമതിക്കുന്ന നിധി കണ്ടെത്താൻ ആ രഹസ്യ ഭൂപടത്തിൽ വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ എന്നത് അവരെ അസ്വസ്ഥരാക്കി. എന്താ, നിങ്ങൾക്കതിന് കഴിയില്ലേ? പ്രഭു പ്രതീക്ഷയോടെ അവരോട് ചോദിച്ചു. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, കൗണ്ട് റസ്നോ, ശുഭാപ്തി വിശ്വാസം കൈവിടേണ്ട. അങ്ങയുടെ സഹകരണമുണ്ടെങ്കിൽ നമുക്കതിന് കഴിയും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രഭു അവർക്ക് ധൈര്യം പകർന്നു. സുഹൃത്തുക്കളെ, ആ നിധി ട്രാൻസിൽവാനിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഉത്സാഹത്തോടെ പരിശ്രമിച്ച് രഹസ്യ ഭൂപടത്തിലെ വിവരങ്ങൾ വെളിപ്പെടുത്തൂ. ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. മേശമേൽ നിവർത്തിയ ട്രഷർ ചാർട്ട് പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും ശ്രദ്ധാപൂർവം പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിലെ ഓരോ ചിത്രവും അടയാളവും അവരുടെ തലച്ചോറിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കി. ആ നിരീക്ഷണം വളരെ സമയം നീണ്ടുപോയി. ദീർഘമായ കാട്ടുപാതകൾ, മന്ദിരങ്ങൾ, രഹസ്യ സങ്കേതങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാമുള്ള സൂചനകൾ ആ രഹസ്യ ഭൂപടത്തിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഭൂപടത്തിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് പീറ്റർ പാർക്കർ പ്രഭുവിനോട് ചോദിച്ചു, കൗണ്ട് റസ്നോ, ഭൂപടം നമ്മുടെ കയ്യിലുണ്ട്. നിധിയും ഈ പരിസരത്ത് തന്നെയുണ്ട് എന്ന് ഉറപ്പു പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇത് കേട്ട് പ്രഭു ഓർമ്മകൾ മുഴുകിയ മനസ്സോടെ മറുപടി നൽകി. കുടുംബാംഗങ്ങൾ എഴുതിയ ആ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ആ നിധി ആരെങ്കിലും കണ്ടെത്തിയതായോ വീണ്ടെടുത്തതായോ സ്വന്തമാക്കിയതായോ പരാമർശമില്ല. എന്നാൽ ആദ്യകാല ചരിത്രങ്ങളിലെല്ലാം അതുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ട്രാൻസിൽവാനിയയുടെ ഏതു ഭാഗത്താവും ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വല്ല അനുമാനവുമുണ്ടോ? പീറ്റർ പാർക്കർ ചോദിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, ഡ്രാക്കുള പ്രഭു എന്ന് നിങ്ങൾ വിളിക്കുന്ന വ്ളാദ് മൂന്നാമൻ ഇവിടം ഭരിച്ചത് 5 നൂറ്റാണ്ട് മുമ്പാണ്. അക്കാലത്ത് ഈ പ്രദേശം ഭൂരിഭാഗവും കൊടും വനമായിരുന്നു. അന്ന് ഈ നിധി ഏതെങ്കിലും സുരക്ഷിത സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അപകടഘട്ടത്തിൽ ഏതെങ്കിലും വിശ്വസ്തനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. പ്രഭുവിൻ്റെ വാക്കുകൾക്ക് ഒരനുബന്ധം പോലെ ഗ്രെഗ് കൂട്ടിച്ചേർത്തു. അത് ശരിയാവാനിടയുണ്ട്. പ്രഭു മരിച്ച ശേഷം ആ വിശ്വസ്തൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകാം, മരിച്ചിട്ടുണ്ടാകാം. അതോടെ നിധിയുടെ യഥാർത്ഥ സ്ഥാനം ആർക്കും അറിയാതായിട്ടുമുണ്ടാവാം, അല്ലേ? അതെ, അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ആ, ഈ ട്രഷർ ചാർട്ടിലെ കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രഭു പ്രതീക്ഷയോടെ ചോദിച്ചു. അപ്പോൾ മേശമേൽ നിവർത്തിയ ഭൂപടത്തിൽ നിന്നും കണ്ണെടുക്കാതെ പീറ്റർ പാർക്കർ പ്രഭുവിനോട് പറഞ്ഞു, കൗണ്ട് റസ്നോ, എനിക്ക് ഈ ഭൂപടത്തിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എനിക്ക് ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അപരിചിതമാണെന്ന് താങ്കൾക്കറിയാമല്ലോ. അറിയാം. നിങ്ങൾ സൂചനകളെക്കുറിച്ച് പറയുക. എന്നാലാവുന്ന വിധം ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൂചനകൾ എൻ്റെ ഈ മേഖലയിലെ പരിചയത്തിന്റെ പിൻബലത്തോടെ വിശകലനം ചെയ്യാം. അപ്പോൾ ആ സൂചനകൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. പ്രഭു തുടർന്നു. പ്രഭുവിന്റെ സഹകരണത്തിൽ ആഹ്ലാദഭരിതനും പ്രസന്നവദനുമായി തീർന്ന പീറ്റർ പാർക്കർ ഒരു പുഞ്ചിരിയോടെ പ്രഭുവിനോട് ചോദിച്ചു, കൗണ്ട് റസ്നോ, ഈ പ്രദേശത്ത് ഗുഹകളുണ്ടോ? കൊള്ളാം. ഗുഹകൾ ഉണ്ടോ എന്നോ? സുഹൃത്തെ, റൊമാനിയൻ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ട്രാൻസിൽവാനിയയിൽ എത്രയോ ഗുഹകളുണ്ട്. കിഴക്കും തെക്കും കാർപ്പാത്യൻ മലനിരകളാണ്. അവയിലെ പാറക്കെട്ടുകളിലാണ് ഈ പ്രാചീന ഗുഹകൾ, പ്രഭു അറിയിച്ചു. ട്രാൻസിൽവാനിയയിൽ നിന്നും ബുഡാപെസ്റ്റിലേക്ക് നീങ്ങുന്ന രാജപാതയെക്കുറിച്ച് അങ്ങയുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വനത്തിലൂടെയുള്ള ദീർഘമായ ഒരു പാത. പീറ്റർ പാർക്കറുടെ ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ അരനിമിഷം പോലും പ്രഭുവിന് ആലോചിക്കേണ്ടി വന്നില്ല. ഉണ്ടായിരുന്നു, തീർച്ചയായും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാർ ആ രാജവീഥിയെ ചോരയുടെ പാത എന്നാണ് വിളിച്ചിരുന്നത്. ഒത്തിരി ഏറ്റുമുട്ടലുകൾ നടന്ന പാതയാണിത്. അത് വനത്തിലൂടെയായിരുന്നു. അത് കേട്ട് പീറ്റർ പാർക്കർ അല്പസമയം എന്തോ ആലോചിച്ചിരുന്നു. കൗണ്ട് റസ്നോ, നാം നിധിയിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. വനത്തിലൂടെ നീങ്ങുന്ന ഒരു പാതയെക്കുറിച്ചും അതിനു സമീപത്തെ ഗുഹയെക്കുറിച്ചും ഇതിൽ സൂചനയുണ്ട്. അപ്പോൾ പ്രഭു ചോദിച്ചു, വനത്തിലൂടെ നീങ്ങുന്ന പാതകൾക്ക് സമീപം മലയിടുക്കുകളും ഗുഹകളും ധാരാളമുണ്ട്. കൂടുതൽ സൂചനകൾ എന്തെങ്കിലും തരാനുണ്ടോ? തീർച്ചയായും. ചാർട്ടിൽ നിന്ന് കണ്ണെടുക്കാതെ പീറ്റർ പാർക്കർ തുടർന്നു. ആ പാതയ്ക്കരികിൽ അതിപുരാതനമായ ഒരു പ്രഭുമന്ദിരമുണ്ട്, അല്ലെങ്കിൽ ആരാധനാലയം.
ഏതാണ് ആ സ്ഥലം? ഇത് കേട്ട് പ്രഭു അലോസരം തോന്നിയ മട്ടിൽ തോൾ കുലുക്കി. എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ അനേകം പ്രഭുമന്ദിരങ്ങളും ആരാധനാലയങ്ങളുമുണ്ട്. അവയിൽ പലതും വളരെ പഴക്കം ചെന്നതുമാണ്. സുഹൃത്തെ, ആ സൂചന വ്യക്തമല്ലെന്ന് ഖേദപൂർവ്വം പറയട്ടെ. അപ്പോൾ അതുവരെ നിശബ്ദനായിരുന്ന ഗ്രെഗ് ഹഡ്സൺ ഇടപെട്ടു. കൗണ്ടർ സ്നോ, സൂചനകൾ വ്യക്തമല്ലാതിരുന്നതുകൊണ്ടാണല്ലോ ഇത്ര കാലം ആർക്കും ആ നിധി തേടിപ്പിടിക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് നിരാശപ്പെടാതെ ശ്രമിക്കൂ. എൻ്റെ സുഹൃത്തിന് അങ്ങയെ സഹായിക്കാനുള്ള സാമർഥ്യം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഗ്രെഗ് ഹഡ്സന്റെ വാക്കുകൾ പ്രഭുവിനെ ശാന്തനാക്കി. അലോസരം പ്രകടിപ്പിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ തുടരാൻ പ്രഭു ആവശ്യപ്പെട്ടു. പീറ്റർ പാർക്കർ ചോദിച്ചു, കൗണ്ടർ സ്നോ, ഞാൻ നേരത്തെ നൽകിയ സൂചനകൾ മനസ്സിലുണ്ടല്ലോ? ഉണ്ട്. ബുഡാപെസ്റ്റിലേക്കുള്ള പ്രാചീനമായ കാട്ടുപാത, അതിന് സമീപം എവിടെയോ ഒരു ഗുഹ, അവിടെ എവിടെയോ ഒരു പഴയ കോട്ട. അത്രയുമല്ലേ താങ്കൾ ആ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കിയത്? അതെ. പ്രഭുവിനോടുള്ള മറുപടിയായി പീറ്റർ പാർക്കർ തുടർന്നു. ആ പാതയുടെ സമീപം ഒരു തടാകമുണ്ടോ? ആ തടാകത്തിന് ചുറ്റും അന്ന് കൊടും വനമായിരുന്നു. വനത്തിന് നടുവിലുള്ള ആ തടാകത്തിൻ്റെ മധ്യത്തിൽ ഒരു തുരുത്തുണ്ട്. അതിൽ ഒരു കോട്ടയോ? അതുപോലെ അത് കോട്ടയായിരിക്കാൻ ഇടയില്ല. ചുറ്റുമതിലുകൾ കാണുന്നില്ല. അത് ഒരു പ്രഭുമന്ദിരമോ പഴയ പള്ളിയോ അങ്ങനെ എന്തെങ്കിലും? സുഹൃത്തുക്കളെ, അത് സ്നഗോവാണല്ലോ. നിങ്ങൾ പറയുന്നത് സ്നഗോവ് തടാകത്തെക്കുറിച്ചാണ്. അതിന് നടുവിൽ ഒരു സന്യാസി മന്ദിരമുണ്ട്, സ്നഗോവ് മൊണാസ്ട്രി. അവിടെ ഒരു പള്ളിയുമുണ്ട്. അത് സത്യമാകാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. കൊല്ലപ്പെട്ട ഡ്രാക്കുളയെ അടക്കിയത് അവിടെയാണ്. നാം ജയിച്ചു. പ്രഭു ഭ്രാന്തമായ ആഹ്ലാദത്തിൽ നൃത്തം വയ്ക്കാൻ തുടങ്ങി.